നമുക്കറിയുന്ന പോലെ ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണല്ലേ. ഇപ്പോൾ ഈ ട്രോളിംഗ് നിരോധന കാലത്ത് ട്രോളിംഗ് നിരോധനം എന്ന് വെച്ചാൽ തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രതിസന്ധിയുടെയും വറുതിയുടെയും ഒക്കെ കാലമാണ്. കാരണം ആഴക്കടലിലോട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ. കൂടുതൽ മീൻ കിട്ടുന്ന അവിടെ നിന്നല്ലേ, പുറംകടലിൽ മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മീൻ പിടിക്കാനോ അല്ലെങ്കിൽ ഈ ഉപജീവനം നന്നായി കൊണ്ടുപോകാനോ ഒന്നും കഴിയില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് ഇതൊരു വറുതിക്കാലം കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ ഒരു വറുതിക്കാലത്ത് അല്ലെങ്കിൽ ഈ പ്രതിസന്ധി കാലത്ത് സർക്കാർ മത്സ്യത്തൊഴിലാളികളെ കൈയൊഴിയുന്നു എന്ന പരാതി അവർക്കുണ്ട്. ഈ കാലത്ത് സാമ്പത്തിക സമാശ്വാസ പദ്ധതിയിലെ തുക പലർക്കും ഇനിയും ലഭിച്ചിട്ടില്ല. സൗജന്യ റേഷനുണ്ട്, ആ റേഷൻ ലഭിച്ചിട്ടില്ല. അടിക്കടി ഉണ്ടായ കപ്പൽ അപകടങ്ങൾ അല്ലേ, നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ കേരളത്തിൻ്റെ പരിധിയിൽ തന്നെ, കേരളത്തിൻ്റെ സമുദ്രമേഖലയിൽ തന്നെ എത്ര കപ്പൽ അപകടങ്ങളാണ് കഴിഞ്ഞ 2 മാസം വേണ്ട, ഒരു 1.5 മാസം നമ്മൾ എടുത്ത എത്ര കപ്പൽ അപകടങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം ഈ സമുദ്രത്തെ ബാധിക്കുന്നുണ്ട്. അതിനപ്പുറം നമ്മുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ സഹിൻ ആന്റണി പറഞ്ഞൊരു വാർത്തയുണ്ട്. കൊച്ചിയിൽ നിന്ന് പോയ ആളുകളുടെ അവരുടെ വലയൊക്കെ കീറിപ്പോയിന്ന്. കാരണം ഈ കടലിൽ പെട്ടുപോയ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ട് വലയൊക്കെ കീറിപ്പോയ ദുരവസ്ഥയും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ അടിക്കടി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങളെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ വിപണിയിലും വലിയ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായത്. ഈ ദുരിതകാലത്തിൻ്റെ നേർക്കാഴ്ച കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൽ നിന്നും ദിൽഷ തിലകൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ദിൽഷയുണ്ട് നമുക്കിപ്പം. ദിൽഷ, ഗുഡ് മോർണിംഗ്. ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇത് അവരുടെ ഒരു വറുതി കാലഘട്ടമാണ്, പ്രതിസന്ധി കാലഘട്ടമാണ്. ഈ ട്രോളിംഗ് നിരോധനം പൊതുവേ അങ്ങനെയാണ്. പക്ഷേ ഈ പ്രതിസന്ധി ഇക്കുറി ഇരട്ടിയാവുകയാണ്. കപ്പൽ അപകടങ്ങളും മറ്റ് കാര്യങ്ങളും, ഈ റേഷൻ കിട്ടുന്നില്ല, അങ്ങനെ മൊത്തത്തിൽ ദുരിതക്കയത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ അല്ലേ. അവർക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം, ജൂൺ 9 മുതൽ ട്രോളിംഗ് നിരോധന കാലം ആരംഭിക്കുകയാണ്. അടുത്ത 2 മാസം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പഞ്ഞമാസമാണ്. തീരദേശം അതിനു മുമ്പ് തന്നെ വറുതിയുടെ പിടിയിൽ അമർന്നിട്ട് ഏറെ നാളുകളായിട്ടുണ്ട്. കാരണം സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് അറിയാം, ഈ കപ്പൽ അപകടങ്ങൾ സാരമായിട്ട് തന്നെ മത്സ്യവിപണിയെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവർക്ക് സാമ്പത്തിക സമാശ്വാസ പദ്ധതി പ്രകാരം ലഭിക്കേണ്ട തുക അത് പലരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം പ്രതിസന്ധിയുടെ ഈ ഒരു കാലത്താണ് അവരെ ചേർത്ത് പിടിക്കേണ്ടത്. എന്നാൽ ആ ഒരു സമയത്ത് പോലും സർക്കാർ കൈയൊഴിയുന്നു എന്നുള്ളത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ഈ സൗജന്യ റേഷനെ കുറിച്ച് പറഞ്ഞ കാര്യം, വർഷങ്ങളായിട്ട് പലർക്കും സൗജന്യ റേഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതും ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ തന്നെ ഈ കൈമെയ് മറന്ന് മുന്നിട്ടിറങ്ങിയവരാണ്, കേരളത്തെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയവരാണ് മത്സ്യത്തൊഴിലാളികൾ. അന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ സേന എന്നൊക്കെയായിരുന്നു. എന്നാൽ പ്രതിസന്ധിയുടെ കാലത്ത് അവർക്കൊപ്പം ചേരുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള സങ്കടം. അവർക്ക് ഒരുപാട് പരാതികൾ പറയാനുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് പുതിയാപ്പ ഹാർബറിലാണ്. കുറച്ച് മത്സ്യത്തൊഴിലാളികൾ നമ്മളോടൊപ്പമുണ്ട്, അവരോട് തന്നെ ചോദിക്കാം. ഈ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു അല്ലേ, എങ്ങനെയാണ് ഈ ട്രോളിംഗ് നിരോധനം ജൂൺ 9 തീർന്ന് ഇനിയിപ്പം ജൂലൈ 31 കഴിയണം. എന്ന് വെച്ചാൽ ആഗസ്റ്റ് 1 ഞങ്ങൾക്ക് കടലിൽ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു 2 മാസം വല്ലാത്തൊരു, ഇതിനു മുമ്പേ ഒരു 6-7 മാസമായിട്ട് ഞങ്ങൾക്ക് വർക്കില്ല. മത്സ്യബന്ധനം തന്നെ മൊത്തത്തിൽ കടലിൽ മത്സ്യശോഷണം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അമിതമായ പ്ലാസ്റ്റിക് നിരോധനം, നിലവിൽ നിയന്ത്രണ കുറവുള്ള ഈ മത്സ്യബന്ധന രീതികൾ, ഇതെല്ലാം കടലിലെ മത്സ്യശോഷണത്തിന് പ്രധാന കാരണമായി. അതുകൂടാതെ സർക്കാർ വരെ ഞങ്ങളെ കൈയൊഴിയാണ്. മത്സ്യത്തൊഴിലാളികളെ നിലവിൽ നമ്മളെ കേരള സർക്കാർ പറയുന്നത് ഞങ്ങൾ കേരളത്തിൻ്റെ സൈന്യം എന്നാണ്. പക്ഷെ ഞങ്ങൾ ആ സൈന്യം പോയിട്ട് ഒരു സാധാ ഒരു മനുഷ്യൻ്റെ ഇതുപോലും ഞങ്ങൾക്ക് തരുന്നില്ല സർക്കാർ. നിലവിൽ ട്രോളിംഗ് നിരോധന സമയത്ത് ഞങ്ങൾക്ക് സൗജന്യ റേഷനുണ്ട്. ഈ സൗജന്യ റേഷന് വർഷങ്ങളായി നമ്മൾ മത്സ്യത്തൊഴിലാളികൾ, ഞങ്ങൾക്കൊരു പാസ്ബുക്ക് ഉണ്ട്, സാധാരണ ഒരു ഫിഷർമാൻ എന്നുള്ളൊരു പാസ്, അതൊക്കെ മതി. അതുകൂടാതെ പല രേഖകൾ വേണം. അത് ഫോട്ടോ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കിട്ടലില്ല. എത്രയോ വർഷങ്ങളായി ഇപ്പോൾ സൗജന്യ റേഷൻ്റെ സംവിധാനമില്ല. അതുകൂടാതെ മത്സ്യത്തൊഴിലാളികളെ ഈ പഞ്ഞമാസത്തിലാണ് നമുക്കൊരു സമാശ്വാസ പദ്ധതി സർക്കാർ രൂപീകരിച്ചത്. നിലവിൽ ആ സമാശ്വാസ പദ്ധതി കിട്ടേണ്ട ഒരു സന്ദർഭമാണ് ഈ കാലയളവ്. ഈ സമയത്തൊന്നും നമുക്കത് കിട്ടാറില്ല. അവർക്ക് തോന്നുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും നമ്മളെ അക്കൗണ്ടിൽ വരിക. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ വേദനിപ്പിക്കുകയാണ് സർക്കാർ. ഈ സാമ്പത്തിക സമാശ്വാസ പദ്ധതി 4500 രൂപയാണല്ലോ, അത് സത്യത്തിൽ ഈ ഒരു ട്രോളിംഗ് നിരോധന കാലത്ത് തന്നെ അക്കൗണ്ടിൽ വരണം എന്നാണോ നിങ്ങൾ പറഞ്ഞത്? അത് ഗഡുക്കളായിട്ടാണോ വരുന്നത്? അതെ, ഗഡുക്കളായിട്ടാണ് വരുന്നത്. ഞാനിവിടുത്തെ മിനി ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സെക്രട്ടറിയാണ് ഇപ്പോൾ സംസാരിച്ചത്. പുള്ളി പറഞ്ഞ നിരവധി കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ഇതിൽ 1500 രൂപ വെച്ചിട്ട് ഞങ്ങൾ അടച്ചു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് 1500 രൂപ ഞങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് വരും. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും 1500 രൂപ അക്കൗണ്ടിലേക്ക്
അക്കൗണ്ടിലേക്ക് വരും. ടോട്ടൽ 4500 രൂപ കിട്ടുന്നതാണ്. പക്ഷേ പരമാവധി ഈ സമയം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഇവർ ഈ പൈസ അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നത്. അതോടൊപ്പം തന്നെ ഈ അവസാന ഗഡു നമുക്ക് കിട്ടുന്നതിന് മുന്നോടിയായിട്ട് വീണ്ടും ഇവരെന്ത് ചെയ്യും, 500 രൂപ വെച്ചിട്ട് നമ്മളോട് വാങ്ങിച്ചതിന് ശേഷമാണ് നമ്മളെ അക്കൗണ്ടിലേക്ക് ഈ കഴിഞ്ഞ വർഷത്തെ ഈ പറയുന്ന എമൗണ്ട് പൂർത്തിയാക്കി തരുന്നത്. ഇതൊക്കെ സത്യത്തിൽ മത്സ്യത്തൊഴിലാളികളെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ബോട്ടുകാർ വലിയൊരു വിഷയം പറയാനുണ്ട്. ഈ ചെറിയ ബോട്ടുകൾ, വലിയ ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ പുതിയപ്പ. ഈ കുതിരശക്തിക്ക് അനുസരിച്ചിട്ട് KMFR എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഈ ആക്ട് പ്രകാരം ഇവർ ഒരുപാട് നിയമങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ചെറിയ ബോട്ടുകൾക്ക് 26,250 രൂപയാണ് പെർമിറ്റ് ഫീസ് വാങ്ങിക്കുന്നത്. അതുകൂടാതെ ഒരു കോഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വലയ്ക്ക് സ്കോർമെഷ് എന്ന് പറഞ്ഞിട്ട് ഒരു വലയ്ക്ക് 5000 സംതിങ് രൂപ വേറെ വാങ്ങിക്കുന്നുണ്ട്. അതുകൂടാതെ ക്ഷേമനിധിയിലേക്ക് ഒരു വലിയൊരു ഫണ്ട് അടക്കുന്നുണ്ട്. ടോട്ടൽ 33,000 രൂപേൻ്റെ അടുത്തോളം ടോട്ടൽ ഗവൺമെൻറ്റിലേക്ക് ഒരു വർഷം ഈ ഞങ്ങളിപ്പോഴുള്ള സാധാരണക്കാരായുള്ള ആളുകളെ ഈ ഭാര്യമാരെ കെട്ടുതാലി വരെ പണയപ്പെടുത്തിയിട്ടാണ് ഈ പുതിയാപ്പ ഹാർബറിൽ നിരവധി ബോട്ടുകളും വള്ളങ്ങൾ, തോണികളൊക്കെ വെച്ചത്. നിരന്തരം മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ. ഞങ്ങൾ നിയമസഭയിൽ പോയിട്ട് മന്ത്രിയെ നേരിട്ട് കണ്ടിട്ട്, ഈ മിനിസ്റ്റർ സജി ചെറിയാൻ എന്ന് പറയുന്ന ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് നിരവധി കാര്യങ്ങൾ, നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന് കൊടുത്തിട്ടുണ്ട്. 141 MLA നിയമസഭയിലൂടെ പാസ്സാക്കിയെടുത്തിട്ടുള്ള നിയമങ്ങളാണ്. ഇതിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ ചാനൽ റിപ്പോർട്ടർമാർ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട്, ഈ ഉന്നതന്മാരായിട്ടുള്ള ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളിലേക്ക് എത്തിച്ചിട്ട് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വലിയൊരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ വിപണി നഷ്ടം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഉണ്ടായ കപ്പൽ അപകടങ്ങൾ വലിയ രീതിയിൽ മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചിട്ടുണ്ട്. വിപണിയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, വിപണിയിൽ ഈ 2 കപ്പൽ അപകടങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് ഈ ചെറിയ ബോട്ടുകാർക്ക് 10 പാകത്തിന് മുകളിലേക്കാണ് മത്സ്യബന്ധനം നടത്താനുള്ള അനുമതി. ഞങ്ങൾക്ക് ഇവിടെ ഈ 10 ഭാഗത്തിന് താഴെ മാത്രം മത്സ്യബന്ധനം നടത്താനേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ, ഞങ്ങളെ ചെറിയ ബോട്ടുകാരെ സംബന്ധിച്ച്. പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ പ്രാവശ്യം പരാമർശിക്കുകയുണ്ടായി, നമ്മളെ കടലോര മേഖല അളിയ കടലെ ഇങ്ങോട്ട് കയറരുതോ എന്ന് പറഞ്ഞാൽ കടൽ കയറാതിരിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അതേ അഭിപ്രായം ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ ഈ 10 ഭാഗത്തിന് മുകളിൽ പോയിട്ട് ഈ മത്സ്യങ്ങളെയോ ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിച്ചാൽ അവിടത്തേക്ക് വരുമോ? ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഈ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 10 ഭാഗത്തിന് മുകളിൽ കരകൊണ്ട് വലിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ പോലീസ് ബോട്ടുകാരെ ഇവർ ഇങ്ങോട്ട് ഹാർബറിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങളടക്കം അതിന്റെ വിമർശനം, അവരുടെ വിമർശനമല്ല ഇത്. സത്യം പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ പാവപ്പെട്ട അവരുടെ സങ്കടം കൂടിയാണ് അവർ അറിയിക്കുന്നത്. ഈ എത്രയെന്ന് പറഞ്ഞിട്ടല്ല, ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ഉപജീവനം തന്നെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം, അതിൻ്റെ കൂടെയാണ് ഈ അവർക്ക് ലഭിക്കേണ്ട ഈ പാക്കേജുകൾ പോലും, റേഷൻ പോലും കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥ. കോഴിക്കോട് പുതിയാപ്പ ഹാർബറിൽ നിന്നുള്ള ദൃശ്യങ്ങളും അവിടുത്തെ പ്രതികരണവും ഒക്കെയാണ് ദിൽഷ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.